ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയൽ നമ്മുടെ ക്ലൈമാക്സിന്റെ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സ് വ്യാഴവും വെള്ളിയും ദിവസം ഉച്ചക്ക് 1 മുതൽ 2:30 വരെയാണ്. അപ്പൊ നമുക്ക് ക്ലൈമാക്സിൽ എന്താ സംഭവിക്കുന്നത് കാണാം. അങ്ങനെ ഇഷിതയുടെ മഹേഷിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ ദേവിക പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം ഡോക്ടർ ദേവിക എടുത്ത് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷും കൂടി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് വിചാരിക്കുകയാണ്. കാരണം ആദ്യം അവിടെ കൊണ്ടുപോയിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോകാന്ന് വിചാരിക്കണം. മഞ്ജുമ സത്യങ്ങളൊക്കെ തന്നെ ഇഷിതയെടുത്ത് മഹേഷിനോടും പറയാനായിട്ടോ, അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ ഇഷിതയുടെ മഹേഷിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഞ്ജുമ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം, എനിക്കിനിത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ പറയാനുള്ളത്, എന്താണെങ്കിലും തുറന്ന് പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും മഞ്ജുമ പറയുന്നുണ്ട്, അന്ന് ആ ദിവസം ശരിക്കും നടന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അന്ന് അച്ഛനും അമ്മയും ഞാനും മാത്രമേ വീട്ടിലുണ്ടായുള്ളൂ. ആ സമയത്ത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരാളായിട്ട് പ്രണയത്തിലാണ്. അപ്പം അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കായിരുന്നു ഞാൻ. അച്ഛനും അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തിയതിന് ശേഷം അയാളെ വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷെ വാതിലടയ്ക്കാൻ വേണ്ടി മറന്നുപോയി. അയാൾ വന്ന സമയം ഞാനും അയാളും കൂടി പെട്ടെന്ന് ആരും വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടപ്പോഴേക്കും വേഗം തന്നെ കട്ടിലിനടിയിൽ ഒളിച്ചു നിൽക്കായിരുന്നു. വാതിൽ തുറന്ന ആള് അകത്തേക്ക് കയറി. പിന്നെ വാതിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാതിലടച്ച് പുറത്തേക്ക് പോകുന്ന ശബ്ദവും കേട്ടു. വന്ന പോലെ തന്നെ അയാൾ പോവുകയും ചെയ്തു. ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. വേഗം തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് കുഞ്ഞ് അനക്കം ഇല്ലെന്ന് മനസ്സിലായത്. ഒരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അയാൾക്ക് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അയാൾ എന്നെ പറ്റിക്കുകയായിരുന്നു. അതിനുശേഷം കുഞ്ഞെടുത്തോണ്ട് ഞാൻ ഓടി ഇവിടേക്ക് വരുമായിരുന്നു. പക്ഷെ വന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. പക്ഷെ ഇവിടെ കുഞ്ഞും കൊണ്ട് വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് അത് ആരാണെന്ന്. അത് ആകാശ് മേനോനാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മഹേഷ് ചോദിക്കേണ്ട, ആകാശ് മേനോനോ? അയാളാണോ വീട്ടിൽ കയറി അങ്ങനെയൊക്കെ ചെയ്തത്? അതെ, അയാൾ തന്നെയാണ്. അങ്ങനെയെല്ലാം ചെയ്ത് ഇവിടെ വന്നിട്ട് അയാൾ തന്നെയാണ് എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞത്. ഇത് കേൾക്കുന്ന മഹേഷിനും ഇഷിതൊക്കെ ആകെ ഷോക്ക് ആവാട്ടോ. എങ്കിൽ അയാളെ വെറുതെ വെക്കാൻ പാടില്ല. മഞ്ജുമ ചേച്ചി ഇപ്പൊ തന്നെ എന്റെ കൂടെ വാ എന്ന് ഇഷിത പറയാണ്. വരാം ഇഷിത, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. നിങ്ങളോട് ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിനു വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും വരാം. എനിക്ക് ഇനി ഒരു മടിയുമില്ല എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷിന്റെ വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ മഞ്ജുമ കൂടെ നിൽക്കാട്ടോ. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഇഷിത പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണക്കാരാരാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു സർ. മഞ്ജുമ ചേച്ചി തന്നെ എല്ലാം പറയുന്നതായിരിക്കും എന്ന് പറയാണ്. അതിനുശേഷം മഞ്ജുമ പറയേണ്ട, അതേ സർ, അന്ന് നടന്നത് എന്തൊക്കെയാണെന്ന് മഞ്ജുമ പോലീസുകാരോട് പറയണം. അപ്പൊ ഈ അജിത്ത് എന്ന് പറഞ്ഞവൻ ആരാണെന്നും എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മഞ്ജുമ പറയുന്നുണ്ട്, അയാളുടെ നമ്പർ കൈലാസ് എന്ന് പറഞ്ഞ നമ്പറിൽ എന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുമായിട്ട് ആ നമ്പർ പോലീസുകാർക്ക് കൊടുക്കുകയാണ് മഞ്ജുമാട്ടോ. പോലീസുകാർ അപ്പൊ തന്നെ ആ നമ്പർ ട്രാക്ക് ചെയ്തിട്ട് കൈലാസിനെ വിളിക്കുന്നുണ്ട്. ഹലോ, ഇത് കൈലാസ് അല്ലേ? അതെ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കാണണമല്ലോ. താങ്കൾ ആരാണ്? കാണണമെന്ന് പറയുമ്പോ വരാനായിട്ട് താങ്കൾ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കണ എസ് ഐ പറയണ്ടോ, ഞാൻ ഇവിടുത്തെ പോലീസാണോ? എസ് ഐ ആണെന്ന് പറയുമ്പോ നമ്മുടെ അജിത്ത് അപ്പൊ തന്നെ, ഈശ്വര, പോലീസോ സാർ? ക്ഷമിക്കണം സർ, എന്തിനാ സർ എന്നെ വിളിക്കണത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. മര്യാദക്ക് നീ ഇങ്ങോട്ട് വരുന്നോ അതോ വേണ്ട സർ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് അജിത്ത് പറയാണ്. അങ്ങനെ അജിത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പോലീസുകാർ ചോദിക്കുന്നുണ്ട്, സത്യം പറയാടോ, താൻ ആകാശ് മേനോന്റെ ആളല്ലേ എന്ന് ചോദിക്കാണ്. അയ്യോ, ആകാശ് മേനോനോ? അതാരാണ്? എനിക്കറിയില്ല എന്ന് അജിത്ത് പറയാണ്. ഇല്ല, താൻ ആകാശ് മേനോന്റെ ആള് തന്നെയാണ്. ആകാശ് മേനോൻ പറഞ്ഞിട്ടോ കറക്റ്റ് സമയത്ത് താൻ മഞ്ജുവിനെ കാണാൻ വേണ്ടി വീട്ടിലെത്തിയത്? ഇല്ല സർ, ആകാശ് മേനോൻ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ പെണ്ണുങ്ങളുടെ പ്രണയം കാണിച്ച് അവരുടെ കൂടെ നടന്ന് ചെലവഴിച്ച് അങ്ങനെ സമയം കണ്ടെത്തുന്ന ഒരാളാണ് സർ. അല്ലാതെ വേറൊരു ഉടായ്പും എനിക്കില്ല. അപ്പൊ ഇതെന്താണ്, ഉടായ്പല്ലേ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോഴേക്കും അജിത്തൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം നമ്മുടെ ഇഷിത പറയുന്നത്, ചിലപ്പോൾ ഇയാൾക്കൊന്നും അറിയില്ലായിരിക്കും സർ, ഇതിനെ പേര് അവൻ തന്നെയായിരിക്കും ആ ആകാശ് മേനോൻ എന്ന് പറയാണ്. ആ സമയത്താണ് സുജി വക്കീല് നമ്മുടെ മഹേഷിനെ വിളിക്കണത്. വേറൊന്നുമല്ല, സുമിയുടെ ഡെഡ് ബോഡി കിട്ടി. അത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴേക്കും ആകാശ് മേനോന്റെ വിരലടയാളങ്ങൾ ആ ഡെഡ് ബോഡിയിലുണ്ട്. ആകാശ് മേനോനെ ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യും എന്ന് സുജി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹേഷ് എസ് ഐനോട് പറയാണ്, സുമിയുടെ കൊലയാളി ആകാശാണെന്നുള്ള കാര്യം. അപ്പൊ എല്ലാം കൂടി ആകുമ്പോഴേക്കും എസ് ഐയും അവിടുത്തെ പോലീസുകാരെല്ലാരും കൂടി ആകാശിനെ പിടിച്ച പിടിയാലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ്ടോ. എന്നിട്ട് ആകാശിനോട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. ആകാശ് മറുപടി പറയുന്നില്ല. ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് പോയിക്ക, എന്നെ വേറെ കൊലയാളിയാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ് ആകാശ് കേട്ടോ. പക്ഷെ ആകാശിനെ പോയി ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വരുവാണ് നമ്മുടെ രചന വരുന്നത് വേറൊന്നുമല്ല, ആകാശാണ് ഇതെല്ലാം ചെയ്തത്. രചനക്ക് മനസ്സിലായിട്ടോ, ആകാശിന്
ആകാശിനോട് രണ്ട് സംസാരിക്കാനും ആകാശാണ് എല്ലാം ചെയ്തതെന്ന് തെളിവ് സഹിതമാണ് രചന അവിടേക്ക് വരുന്നത്. രചന പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആകാശിനെ മനസ്സിലായി ഇനി തനിക്ക് പിടിക്കാൻ പറ്റില്ലെന്ന്. തന്റെ പിടിയെല്ലാം വിടേണ്ടി വന്നെന്ന് ആകാശിനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആകാശ് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കാണ്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി ആകാശ് ഒരു ഒറ്റ ഓട്ടം ഓടുക കേട്ടോ. അപ്പോഴാണ് രചന വരുന്നത്. രചന നമുക്ക് ഇവിടെ നിൽക്കണം, നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും രക്ഷപ്പെടാം, എല്ലാരും കൂടി എന്നെ കൊലയാളിയാക്കാൻ നോക്കുക രചന, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രചന, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ പറയാണ്. അപ്പോ രചന പറയണ്ട, നീ എവിടെയാണ് രക്ഷപ്പെടാൻ വേണ്ടി പോണത് രചന, നീ എന്തൊക്കെയാ പറയണത് രചന, ഇവിടെ എല്ലാരും കൂടി എന്നെ കൊലയാളിയാക്കാൻ നോക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം മനസ്സിലായടാ, രക്ഷപ്പെടും ഞാൻ മാത്രം, നീ ഒരിക്കലും രക്ഷപ്പെടില്ലടാ, നിനക്കുള്ള എല്ലാ തെളിവുകളുമായിട്ടാ ഞാൻ ഇവിടേക്ക് വരുന്നത്, പക്ഷെ നിന്നെ രക്ഷപ്പെട്ട് ജയിലിൽ പോയിട്ട് നിനക്ക് സുഖമായിട്ട് കഴിയാൻ ഞാൻ സമ്മതിക്കില്ലടാ, നീ രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്, എവിടേക്കാണെന്ന് അറിയാവോ, പരലോകത്തേക്ക്. രചന, നീ എന്തൊക്കെയാണ് പറയണത് എന്ന് ആകാശ് പറയുമ്പോ, അതേടാ നീ മരിക്കാൻ പോവാണ്, നിന്നെ ഞാൻ മരണത്തിലൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുവാടാ എന്ന് രചന പറഞ്ഞിട്ട് തോക്ക് നേരെ ചൂണ്ടുവാട്ടോ. അത് കാണുമ്പോൾ മഹേഷും ഇഷിതൊക്കെ പറഞ്ഞു, രചന വേണ്ട, നോക്ക് കൊല്ലണ്ട, ഇത് നിയമം തന്നെ എന്താ ചെയ്തോളും ആകാശിനെ, നീ ആയിട്ടൊന്നും ചെയ്യണ്ട അതൊക്കെ പറയുമ്പോഴേക്കും രചന പറയണ്ടേ, വേണ്ട, ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ ചെറിയൊരു എനിക്കൊരു തെറ്റ് തിരുത്തണമെന്നുണ്ടെങ്കിൽ ആകാശിനെ കൊന്നിട്ട് മാത്രമേ എനിക്ക് ആ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ, ആകാശ് മരിക്കേണ്ടവനാണ്, ഇവനെ കൊന്നിട്ട് നിയമം എനിക്ക് എന്ത് ശിക്ഷ തന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇവനെ പോലത്തുള്ള ജീവനോടെ വേണ്ട. അപ്പോൾ ആകാശ് പണ്ട്, രചന നിനക്ക് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രചന, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്, നീ ഇനി ഒന്നും പറയണ്ടടാ, നിന്നെ പോലത്തെ ഒരുത്തിന്റെ കൂടെയാണല്ലോടാ ഞാൻ ഇത്രയും നാൾ താമസിച്ച്, നിന്നെ വിശ്വസിച്ച് എന്റെ മോനെ പോലും ഞാൻ തള്ളി പറഞ്ഞു, എനിക്കിപ്പോ അതൊരു കുറ്റബോധം തോന്നുകയാണ്, മഹേഷിന് പോലെ നല്ലൊരു ഭർത്താവിനെ ഞാൻ ഒഴിവാക്കി നിന്റെ കൂടെ ജീവിക്കാണ്ട്, എന്റെ മക്കളെ ചിപ്പി ആദി അവരെല്ലാം ഞാൻ ഒഴിവാക്കി നിനക്ക് വേണ്ടി, അവസാനം നീ എനിക്ക് തന്ന സമ്മാനമോ എനിക്ക് മനസ്സിലായിടല്ല, അതുകൊണ്ട് നീ ഈ ഭൂമിയിൽ ജീവനോടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന ആകാശിനെ വെടിവെക്കാട്ടോ. ആകാശ് അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ മരിച്ച് അവിടേക്ക് വീഴുന്നുണ്ട്. അതിനുശേഷം രചന പറയുന്നുണ്ട്, ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് ഇഷിത, ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് നിന്നെയാണ്, നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ കൊല്ലാൻ വരെ നോക്കിയപ്പോൾ പോലും നീ എന്നോട് ക്ഷമിച്ചവളാണ്, പക്ഷെ എൻ്റെ മക്കൾ വളരേണ്ടത് നിന്റെ കൂടെ തന്നെയാണ്, അവർ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ തന്നെ വളർന്നാലേ പറ്റുള്ളൂ, എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കണേ ഇഷിത. മഹേഷ് ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും സോറി മഹേഷ്, മക്കൾ ചിപ്പി ആദി നിങ്ങൾ രണ്ടുപേരും ഇഷിതയുടെ കൂടെ തന്നെ നിൽക്കണം, മഹേഷിന്റെ കൂടെ നിങ്ങൾ നല്ല പിള്ളേരായിട്ട് വളരണം, അതിനുവേണ്ടി ഈ മമ്മി ഇനി വേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പില് നമ്മുടെ രചന ആ കയ്യിലുണ്ടായിരുന്ന തോക്കി രചനയുടെ നേരെ തന്നെ ചൂണ്ട കേട്ടോ. എന്നിട്ട് രചന തന്നെ ആ വെടിയുണ്ട് രചനയുടെ നേരെ തന്നെ കൊള്ളിപ്പിച്ചിട്ട് രചനയും അവിടെ മരിച്ചു വീടുവാണ്. അത് എല്ലാവർക്കും വല്ലാത്തൊരു ഷോക്ക് അവിടെ. പക്ഷെ ചിപ്പിക്കും ആദിക്കും വല്ലാത്ത വിഷമമാട്ടോ. എന്തൊക്കെ പറയാനും അവരുടെ പെറ്റമ്മയാണ് രചന, ആ ഒരു വിഷമം അവർക്കുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.